നിന്നെ വേണി ഇവിടെയാക്കാം. നീ വീട്ടിൽ വേണ്ട, നിന്നെ ഇവിടെയാക്കാം. ഇവൻ വീട്ടിലെപ്പോഴും ഭയങ്കര ദിവസം വരണമെന്ന് ആഗ്രഹിച്ചാണ് ഇന്നിപ്പം മേബു മോളുടെ ജന്മദിനം പ്രമാണിച്ച് അവർ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ശരി പോട്ടെ, ടാറ്റ. അമ്മച്ചി sugar. Happy birthday to you. Happy birthday to you. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പുനിസക്ക് ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ പുനിസക്ക് ഒരു കുഞ്ഞു കേക്ക് കൊടുത്തിട്ട് സർപ്രൈസ് കൊടുക്കാം. സൈക്കിള് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതും കൊടുക്കണം. ഒക്കെ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ്. അതെ, എന്റെ ബ്ലാഗറ്. അപ്പൊ നമുക്ക് പോവാം, വീട്ടിലെ പോയി പുനിസക്ക് കൊടുക്കാം. പള്ളിയിൽ പോണം. പള്ളി പോകണം, പള്ളിയില് പോണം. ഹാപ്പി birthday to you. Happy birthday to you. Happy birthday Punuse. Happy birthday to you. Hey. അയ്യോ, ബസ് ചെയ്തില്ലേ? ബസ് ചെയ്തില്ലേ? കേക്ക് കട്ട് ചെയ്യാം. ഫു ചെയ്യും. കട്ട് കട്ട് കട്ട്. ഹാപ്പി ബർത്ത്ഡേ to you. Happy birthday to you. Happy birthday Punise. Happy birthday to you. Kaya di Punise aja. ആൻസി ആൻസി അമ്മക്കില്ല. അപ്പ അമ്മ കൊടുക്ക്. ആ അച്ഛനമ്മക്ക് ശരി, അമ്മക്ക് കൂട്ടില്ലല്ലോ. ധ്യാന ചേച്ചിക്ക് പോയി കൊടുക്കൂ. പൊന്നൂസിന് നമ്മള് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അല്ലേ? അപ്പൊ പൊന്നൂസിന് കൊടുക്കട്ടെ, എലുക്കുട്ടി കൊടുക്കട്ടെ, അമ്മ കൊടുക്കട്ടെ, എലുക്കുട്ടി കൊടുക്കട്ടെ, കൊടുക്കട്ടെ. സർപ്രൈസ് സർപ്രൈസ്. ഓക്കെ ഓക്കെ. അപ്പൊ അതെ, ആ പൊന്നൂസിന് സർപ്രൈസ് വേണ്ടേ? കേക്ക് വേണോ സർപ്രൈസ് വേണോ? സർപ്രൈസ് വേണം. ഓക്കെ ഓക്കെ. അപ്പൊ അതെ, ഓക്കെ. അപ്പൊ അമ്മ പൊന്നൂസിന്റെ കണ്ണ് കെട്ടിട്ടെ, കണ്ണ് കെട്ട്, കണ്ണ് കെട്ട്, കണ്ണ് പറയാൻ വേണ്ടി വരും. വേണ്ട വേണ്ട വേണ്ട. സന്തോഷമായോ? ബൈക്ക് ഇഷ്ടായോ? ബൈക്ക് ഓടിച്ചോ നോക്കട്ടെ. എനിക്ക് ഓടിക്കാറിയല്ലേ? പിങ്ക് ഇഷ്ടായോ? താങ്ക് യു പറഞ്ഞില്ലല്ലോ കാല്. താങ്ക് യു പറ. താങ്ക് യു അപ്പ പറ. ഇതാ അപ്പ മേടിച്ചില്ല, അമ്മ മേടിച്ചോമ്മ. അമ്മക്ക് ഉമ്മ കൊടുത്തില്ലല്ലോ പൊന്നൂസ്. ആ സ്ലോലി ചെയ്, സ്ലോലി ചെയ്. ആ മതി മതി, വിട്ടോ 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 വിട്ടോ. ഗുഡ് ഗുഡ്. ആ വൈകുന്നേരം കുറച്ച് ഇതുണ്ട്, പരിപാടി ഉണ്ട് കേട്ടോ. നീ എന്ത് കാണിക്കുന്നത്? എവിടെ എവിടെ പൂച്ചയിലെ പൊന്നൂസേ? കുട്ടിയെ പൊട്ടിക്കോ? എനിക്ക് കൊണ്ടുപോയില്ലേ? വണ്ടി ഓടിച്ചാൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടാ? നിനക്ക് വേണം വണ്ടി? ബാലൻസ് വേണം അല്ലേ? ബാലൻസ് വേണ്ട വണ്ടിക്ക്. പഠിക്കണം. ഈ പൊന്നൂസൊക്കെ വണ്ടിയിൽ പഠിക്കട്ടെ, പിന്നെ ആലോചിക്കാം. ഹലോ, ഓടിക്കുന്നത് ഞാൻ പൊട്ടിപ്പോകുന്നത്. പൊട്ടിപ്പോലോ? ഞാൻ അത്ര വെയിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത ചർച്ച് പോകണം. ചർച്ച് പോയി വന്നിട്ട് പിന്നെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ വൈകുന്നേരം നമുക്ക് സ്കൂളിലൊക്കെ വലിയ സ്മോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. അല്ല എന്തിനാ കാണണേ? പ്രാർത്ഥിക്കണ്ടേ? പറ. ബർത്ത്ഡേക്ക് വരാൻ പറയണേ.
എന്താ പോളിയോ കൊടുക്കുന്നുണ്ട് 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക്. തുള്ളി മരുന്ന് കൊടുക്കൂലേ? അതൊന്നിലും അംഗനവാടിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അല്ല ഇതിന് ഒരു പ്രാവശ്യം പോളി കൊടുക്കണ്ടേ? അതല്ലടാ, ആ പോളിയോ അല്ല, ഇത് 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഇടയ്ക്ക് അവർ കൊടുക്കുന്നതാണ്. അത് കുഴപ്പമില്ല. അതെപ്പോഴാ? അത് രാവിലെ 8:30 തുടങ്ങി വൈകുന്നേരം 4 മണി വരെ ഉണ്ടാവും. പള്ളി കഴിഞ്ഞ് വരുമ്പോഴേ ആ വഴി നോക്ക്. ഓക്കെ, അവിടെ കഴിഞ്ഞിട്ട് പോയിട്ടോ കേട്ടോ. പോയിട്ട് വാട്ടാ പൊന്നിസേ. ഓക്കെ, ബൈ പറഞ്ഞേ. ഞാൻ പോയിട്ട് വരാന്ന് പറ. ഉറക്കെ പറ. അത് പോയിട്ട് വരണ. അപ്പൊ ബൈക്ക് എടുത്തോട്ടെ, സ്കൂട്ടർ ഞാൻ ഓടിച്ചോട്ടെ. ചേച്ചിക്ക് തരുമോ പൊന്നിച്ച്? തരൂല്ലേ? പിന്നെ thank you. I love you. And you have money. You have money. മണി ഉണ്ടോ പൊന്നിച്ചിന്റെ കയ്യിൽ? മണി ഇല്ല, പിന്നെ എങ്ങനെ മേടിക്കും? പൊന്നിസ് ചർച്ചില് പോയില്ലോ. കുറച്ച് നേരം നന്നായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാ, എനിക്ക് സൈക്കിൾ ഓടിക്കണം, കേക്ക് കഴിക്കണം. ബാ കഴിഞ്ഞോ അമ്മ കഴിഞ്ഞോ ബാ പോവാ പറയുന്നേ. പിന്നെ കഴിഞ്ഞു സൈക്കിള്. അതെ, പള്ളിയിൽ എന്താ പ്രാർത്ഥിച്ചോ? തമ്പയ്ക്ക് മിഠായി കൊടുത്താ? അച്ഛന് എന്താ പറയുന്നത്? ഇനി മേവ് അലക്സ്ക്ക് ബർത്ത്ഡേ ഉണ്ട്, എല്ലാരും പ്രാർത്ഥിക്കുന്നേ പറഞ്ഞല്ലേ അച്ഛന് പറഞ്ഞ? അത് തൃശ്ശൂർക്ക് ചേച്ചി ഉണ്ടല്ലോ, ഞാന് പുണ്യസൊക്കെ ബർത്ത്ഡേയില് വിളിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഇത് സാനു ദീദി ചേച്ചി കാണിക്കാട്ടാ. സാനു ചേച്ചി അടിപൊളി മലയാളം അടിപൊളി പറയാൻ. അപ്പോൾ അതേ നമുക്ക് എല്ലാവരും ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ടോ. ലാസ്റ്റ് ടൈം അമ്മമാരും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് അമ്മമാരും കാണണം, അമ്മമാർക്കും കാണണ്ടേ. അപ്പോൾ ഇന്ന് ഇതേ രണ്ട് അമ്മമാരും ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളവിടെ ഇട്ടോണ്ട് ഓൾഡ് ഏജ് ഹോം കാണിക്കാതൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും. പിന്നെ ഞാന് അപ്പുക്കുട്ട, ഞാൻ പുന്നസ്, അമ്മച്ചി, പിന്നെ പപ്പിച്ചേട്ടാ, നമുക്ക് 6 പേര് പോകുന്നുണ്ട്. പിന്നെ വീട്ടിൽ അലീന കുട്ടി എനിക്ക് വയ്യ ഉണ്ട്. പിന്നെ അലീന കുട്ടി എനിക്ക് അവിടെ തൃശ്ശൂരിലെ ചേച്ചി വരണുണ്ടോ, ആള് വേണം വീട്ടിൽ. അപ്പൊ അലീനക്ക് വീട്ടിൽ ഇരിക്കിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോവാം. നമുക്ക് ഇപ്പൊ എത്തിട്ടോ, ഓർഫനേജിൽ എത്തി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. അമ്മ ചേട്ടന് ആ സമയത്ത് അപ്പൊ അപ്പച്ചമാരെടുത്ത് പോയി അവിടെ എല്ലാവർക്കും ഫുഡ് കൊടുത്ത് അങ്ങനെയൊക്കെ പോയാലോ. നിങ്ങളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളെയും കൂടെ കാണാൻ ഒരു ദിവസം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ് ഇന്നിപ്പം മേവ് മോളുടെ ജന്മദിന പ്രമാണിച്ച് അവർ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മേവ് മോളെ ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടേ? വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ മേവ് മോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you. May the good God bless you, dear Nirmal. Happy birthday to you. ഇഷ്ടമായോ? ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. ശരി. ആൻറ്റിക്കും കുക്കും ചേച്ചിക്കും കുക്കും അപ്പറ്റ ഗുഡ് ഗേ. കൊടുത്തില്ല. ഹാപ്പി ബർത്ത്ഡേ ട്ടോ.
കുഞ്ഞിക്ക് മിഠായി പോക്കോ ചേച്ചി മാകം ചേച്ചിക്ക് മിഠായി കൊടുത്തോ ആ താങ്ക് യു. പിന്നെ അടുത്ത നമ്മ കുറച്ച് അമ്മമാരുണ്ട്, അത് ബെഡിലുണ്ടല്ലോ വയ്യ, അവിടെ നോക്കാം. ഇല്ല ഇല്ല ഇല്ല. അമ്മച്ചിക്ക് കൊടുത്തോ മിഠായി കൊടുത്തോ ഇപ്പഴത്തെ കൊടുത്തോ? ആ ശരി ശരി, നല്ല മിരുക്കി കൊച്ചി ഉണ്ടല്ലോ. അമ്മച്ചി സുഖ നല്ല കേക്ക് ഇഷ്ടപ്പെട്ടോ? ആ സുഖ ഞാൻ അങ്കമാലിയിലെ മുമ്പ് വന്നായിരുന്നു. പക്ഷെ എല്ലാ അമ്മമാർക്ക് കണ്ണില് പ്രശ്നമുണ്ടായിരുന്നു പറഞ്ഞു, അപ്പൊ കണ്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം കൊച്ചൊക്കെ ബർത്ത്ഡേ, അപ്പൊ എല്ലാവർക്കും കാണുന്നു വന്നോ. ഹലോ ദേ അമ്മച്ചി കണ്ടോ? മിഠായി കൊടുത്തായിരുന്നോ? ആ ആ ശരി ശരി. എന്തോ പറ കല്ലി എന്തോ അങ്കമാലി ചോറുണ്ടോ? കഴിച്ചോ? മിഠായി കൊടുത്തായിരുന്നോ നീ? താങ്ക് യു. വരെ കല്ലി ആ ഭർത്താവ് അലക്സ്. ചോറുണ്ടോ? കണ്ടോ? അത് ഓർമ്മയുണ്ട്. കല്ലി പിന്നെ കൊടുക്കില്ലേ? ലാസ്റ്റ് ടൈം വന്നായിരുന്നു ആപ്പച്ചമാറ്റോ മൊബൈലിൽ എന്നെ കാണിച്ചു കിച്ചണിൽ ഇങ്ങനെ ചക്ക എങ്ങനെ ഉണ്ടാക്കുന്ന. ശരി ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അമ്മയുടെ ജന്മദിനം മോളുടെ ജന്മദിനാണ് കേട്ടോ. മേവ് മോളുടെ 4ാം ജന്മദിനം. അപ്പൊ ഇത് നമ്മുടെ എല്ലാം കൂടി ഇവർ ആഘോഷിക്കുകയാണ്. അപ്പൊ മേവ് മോൾക്ക് എല്ലാവരും ജന്മദിന ആശംസകൾ നേരെ നമുക്ക് ഇവരുടെ കുടുംബത്തിന് വേണ്ടിയും ഇവിടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. യെസ്. ആ എല്ലാവർക്കും എനിക്ക് മനസ്സിലായോ? ഓർമ്മ ഉണ്ടോ? ആ ആ ഇന്ന് പുണ്യസേക്ക് ബർത്ത്ഡേ മറന്നുപോയി. സുഖാണോ? സുഖം. ഞാൻ ഇടയ്ക്ക് വരാം. ആ നല്ല താങ്ക് യു താങ്ക് യു. നേപ്പാളി. കഴിഞ്ഞ പ്രാവശ്യം വന്നല്ല, സോറി. അമ്മച്ചി നമുക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഡ്രോപ്പ് ചെയ്യണോ? ഡ്രോപ്പ് ചെയ്യണോ? നിന്നെ വേണമെങ്കിൽ ഇവിടെയാക്കാം. നീ വീട്ടിൽ വേണ്ട, നിന്നെ ഇവിടെയാക്കാം. ഇവൻ വീട്ടിലെപ്പോഴും ഹലോ ഓർമ്മ ഉണ്ടോ? അറിയോ? അന്ന് വന്നായിരുന്നല്ലോ. ആ താങ്ക് യു. ആ കേക്ക് കഴിച്ചോട്ടോ? ചോറുണ്ടോ? ആയി പറയുന്നുണ്ട്. ആയിക്കോട്ടെ. ആയി ചോറുണ്ടോ കേട്ടോ? മിഠായി കൊടുത്തായിരുന്നോ? കേക്ക് കൊടുത്തായിരുന്നോ? അയ്യോ ഉണ്ടായിരുന്നു. അപ്പൊ പോവാ മതി. അറിയോ?
അങ്ങനെ പറഞ്ഞൊന്നും അറിയില്ല. നമ്മളാ കാണുമ്പോഴുള്ള സ്നേഹം അത് കാണുമ്പോൾ എല്ലാവരും അങ്ങനെ സ്നേഹം അല്ലാണ്ട് അങ്ങനെ ഓർമ്മയില്ല. ശരി പോട്ടെ ടാറ്റ വരട്ടോ പിന്നെ വരാട്ടോ ആ ശരി. എന്താ കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞാൻ പോയിട്ടില്ല. അത് എല്ലാവരും ഇങ്ങനെ കമത്ത് നല്ല കറി കറിയോ പാവം അയ്യോടാ. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒന്ന് താമസിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതുണ്ടല്ലോ ഒരു കണക്കോർത്തന്നെ പൈസ ഒക്കെ തന്നു നിൽക്കാൻ പറ്റൂല. അല്ലാതെ ഒരു പേരമല്ല ഞങ്ങൾ ആരും ഇല്ലാത്തൊരു നോക്കുന്ന സ്ഥാപനം അങ്ങനെയൊക്കെ പറയല്ലേ. ഇത് ഇവരുടെ എല്ലാം കേക്ക് അങ്ങനെ പറയല്ലേ. ഞാൻ പറയട്ടെ, അപ്പൊ ഈ മക്കളുള്ള ആൾക്കാരില്ലേ ഇവിടെ? മക്കളുള്ളത് അങ്ങനെ കൂടുതൽ പേരും കല്യാണം കഴിയാത്തവര്, പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വഴികളിൽ നിന്നൊക്കെ ഇങ്ങനെ ആരും കൊണ്ടുപോകാതെ കിടക്കുന്നവരുണ്ട്. പിന്നെ കല്യാണം കഴിയാതെയൊക്കെ നിന്ന് പിന്നെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ അപ്പനമ്മയും മരിക്കും. പിന്നെ സഹോദരങ്ങളമ്മ അവരുടെ കുടുംബമൊക്കെ കഴിയുമ്പം ചിലപ്പോൾ ആരും നോക്കാനുണ്ടാവത്തില്ലാത്ത സ്ഥിതിയിൽ കഴിയുന്നവർ. പിന്നെ വീടുകളിൽ തന്നെ തീരെ നോക്കാൻ നിവൃത്തിയില്ലാണ്ട് മക്കൾക്ക് ഇപ്പോൾ പണിക്ക് പോകണം. അപ്പോൾ ഇവരെ തന്നെ ഇട്ടിട്ട് പോകാനാവില്ല. മക്കളൊക്കെ ഉള്ളവർ വന്ന് കാണുമല്ലേ? അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണും. കൂടുതൽ പേർക്ക് അങ്ങനെ ഒത്തിരി അകന്ന ബന്ധുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. വരാൻ ചാൻസ് മനഃപൂർവ്വം കൊണ്ടുവന്നാക്കുന്നതല്ല. അല്ല, ഇവിടെ മനഃപൂർവ്വം കൊണ്ടുവന്നാക്കണമല്ല, ഉപേക്ഷിക്കണമല്ല. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആരും ഇല്ലാത്തവരാണല്ല. ഏറ്റവും കൂടുതൽ ആരും ഇല്ലാത്തവർ മനഃപൂർവ്വം ഉണ്ടാക്കി മനസ്സിലായി. പിന്നെ എല്ലാരും നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, എന്തോരം ക്ലീനും ഉണ്ടോ. ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ട ആ പാവം. സാഹചര്യം അങ്ങനെ ആയിപ്പോയി. സിസ്റ്റർ എൻ്റെ അമ്മേ 1 2 3 ഓക്കെ ഗുഡ് ലു. അപ്പം എല്ലാവർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് എല്ലാവരും വീട്ടിലേക്ക് പോവാം. എല്ലാവർക്കും സന്തോഷമായി. അമ്മമാർ അച്ഛന്മാർക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ അല്ലേ എലിക്കുട്ടി അല്ലേ? ബുക്ക് ചെയ്തമ്മ ഇതേ പുണ്യസൊക്കെ ബർത്ത്ഡേക്ക് ഫുഡ് കൊടുത്തു അല്ലേ? അപ്പച്ചന്മാർക്ക് അമ്മച്ചന്മാർക്ക് എല്ലാവർക്കും ചേട്ടന് ചേച്ചി എല്ലാവർക്കും ഫുഡ് കൊടുത്തു. അപ്പം നമുക്ക് വീട്ടിൽ പോവാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പുണ്യസൊക്കെ? അപ്പച്ച അമ്മച്ച അമ്മ അമ്മച്ചി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ബാഡുകളുണ്ടല്ലോ നീ. നല്ല അപ്പച്ച നല്ല അമ്മച്ചി അല്ലേ? പക്ഷേ ഇങ്ങനെ ആൾക്കാർക്ക് അത്ര പ്രായമായിട്ടില്ല. ചില ആൾക്കാർക്ക് മറ്റേ പ്രായമായില്ല. അതിപ്പോ ഈ അവര് പറഞ്ഞിട്ടില്ല, വഴിയിലുള്ള വഴി കിടക്കുന്ന ആൾക്കാരെ, റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ, പിന്നെ ആരും നോക്കാനില്ലാത്ത ആൾക്കാരെ അങ്ങനെ ഒന്നും. അപ്പൊ ഇതിൽ പ്രായം പെൺപിള്ളേർക്കൊക്കെ പ്രായം കുറവുള്ള കുറെ അമ്മമാർക്കൊക്കെ വളരെ പ്രായം കുറവുള്ള അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അമ്മയിലൊക്കെ ഓർമ്മ കുറവുണ്ട്. പാവം വയ്യ ഉണ്ടായിരുന്നു. അത് നോക്കുന്ന ഇവരെ സമ്മതിക്കണ്ട. ഒരാളെയല്ലല്ലോ നോക്കണം, ഇവര് എത്ര പേര് നോക്കുന്ന. പിന്നെ അമ്മച്ചി നമുക്ക് കുട്ടി ഫുഡ് കഴിച്ചില്ലേ? നമുക്ക് ഛർദിക്കും പറഞ്ഞിട്ട് പേടിയായി അല്ലേ ഫുഡ് കഴിക്കില്ല. പക്ഷെ അത്ര ദൂരം ഇല്ലല്ലോ, പിന്നെ ഛർദിക്കും. അതെ, നമുക്ക് കണ്ടപ്പോ എല്ലാവർക്കും കണ്ടപ്പോ വിഷമമായി. ജീവിതം അങ്ങനെയാണ് മനുഷ്യന്റെ. ഒന്ന് നമുക്ക് ആരുടെയും കാര്യത്തിലൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതം നാളെ എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, ഇത് ശരിയാ, ഒന്നും പറയാൻ പറ്റില്ല.
നമുക്ക് ഇപ്പൊ നല്ല ജീവിതം മുമ്പോട്ട് പോയി എന്താ ജീവിതം നമുക്ക് അറിയാം. പറ്റില്ല. ഇപ്പൊ മക്കളും എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ മക്കളെ തന്നെയല്ല. അല്ല നാളെ എങ്ങനെ വരുമെന്ന് നമുക്ക് ഇപ്പൊ നോക്കി ഇപ്പൊ ഞാൻ ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. ചിലപ്പോ എനിക്കൊരു പെട്ടെന്നൊരു വയ്യായ്ക വന്ന് എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥ വന്നു എനിക്ക്. ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ നോക്കാൻ ബുദ്ധിമുട്ട് വരും. അല്ല ബുദ്ധിമുട്ട് വെച്ചാൽ അല്ലല്ല അല്ലല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അത് ഞാൻ എന്തായാലും അവിടെ കൊണ്ടാക്കും. അല്ലാണ്ട് ഞാൻ പറയണേ ഓരോരുത്തരുടെ അവസ്ഥകളാണ് ഞാൻ പറയണേ. നിങ്ങൾക്ക് നമ്മള് വേറെ ഒന്നും ഓർത്തിട്ടില്ല. അവർക്ക് ചിലപ്പോ വിഷമം ഉണ്ടാവും. പക്ഷെ നോക്കാൻ ബുദ്ധിമുട്ട് വരും. വീട്ടില് എന്റെ ചേച്ചി വന്നിട്ടുണ്ട്, എത്തി. ആറ് ചേച്ചി മനസ്സിലായോ? എന്റെ അടക്ക ചേച്ചി, അണ്ടക്ക ചേച്ചി, ശുപ്പരി 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 വേൻ. ആ ഇനി അടക്ക ചേച്ചി അടക്ക കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ അടക്ക വിളിച്ചിന്ന. അപ്പൊ ഈ മലഞ്ചരക്ക് മൊത്തം കൊണ്ടിട്ടുണ്ടല്ലോ. മലഞ്ചരക്ക്